ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിരുന്നിട്ടാണ്. അപ്പോൾ അധികം ആരും കണ്ടിട്ടില്ല ആ വീഡിയോ. നല്ലൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല വീഡിയോ ആണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ തംബ്നെയിൽ മാറ്റിയിട്ടുണ്ട്. ആ വീഡിയോ റീച്ച് ആവണില്ല, അപ്പോൾ അതിൻ്റെ തംബ്നെയിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റാന്നുള്ള ഒരു ഇത് വന്നപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ സജഷനിൽ വരുന്നില്ല തോന്നുന്നുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം കേട്ടോ. സർപ്രൈസാണ്, നിങ്ങൾ പോയി കണ്ടു നോക്കണം. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരുപാട് വലിയ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ഒന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പറഞ്ഞിരുന്നു. വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ നേരം കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾക്കിന്ന് ഒരു യാത്ര പോകാനുണ്ടായിരുന്നു. ഞങ്ങൾ ട്രെയിനിനാണ് കേട്ടോ പോയത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കയറി. ഇതിൻ്റെ മോള് അഞ്ചുട്ടിട്ടാണ്, നിരഞ്ജന എന്നാണ് പേര്, അഞ്ചുട്ടി എന്നാണ് വിളിക്കുക. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും നേരെ ഒരു 10 മണിയൊക്കെ ആവാനായി. 10 മണി 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. കോഴിക്കോട് ഫുഡ് ഇട്ടാണ്. നമ്മൾ മലപ്പുറം ജില്ലയാണ്. അപ്പോൾ കണ്ട ഞാൻ സുന്ദരിയായി എന്ന് പറഞ്ഞ സത്യം തന്നെയല്ലേ. രാവിലെ ഒന്നും നേരം കിട്ടിയിട്ടില്ല കേട്ടോ. നേരത്തെ 5 മണിക്ക് പോകുന്നതാണ്. അപ്പോൾ ഒരുങ്ങാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ മോളൊരു വീഡിയോ ഒക്കെ എടുത്തതാണ്. അത് റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ട്രെയിനും റെയിലൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ട്രെയിനിൽ അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. അടുത്ത കുട്ടിക്കാലത്തൊന്നും അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ട്രെയിൻ എങ്ങനെയാവും എന്നൊക്കെ അറിയാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഇപ്പോൾ അടുത്ത കാലത്താണ് ട്രെയിനിൽ ഇങ്ങനെ കയറിയിട്ട് കണ്ണേറ്റൊക്കെ വയ്യാണ്ടായതിന് ശേഷം ഈ കോയമ്പത്തൂരിക്ക് അടിക്കടിയുള്ള യാത്രകളിലൊക്കെയാണ് ഈ ട്രെയിൻ യാത്ര സത്യം പറഞ്ഞാൽ സുപരിചിതമായത് കേട്ടോ. ടിക്കറ്റ് എടുക്കാനൊക്കെ ഒരു വർഷത്തിൻ്റെ ഇപ്പുറത്തുനിന്നാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ടിക്കറ്റ് എടുക്കാനും പ്ലാറ്റ്ഫോമിൽ പോകാനും. അപ്പോൾ മോള് പറയാണല്ലോ അമ്മയ്ക്ക് ടിക്കറ്റ് എടുക്കാനൊന്നും അറിയില്ല എന്ന് ഞാൻ വിചാരിച്ചു. നിൽക്കുന്ന സത്യം പറഞ്ഞാൽ അതിശയമായി. അമ്മ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ട്രെയിനിലൊക്കെ വന്നപ്പോൾ അവൾക്ക് തന്നെ അതിശയമായിരുന്നു. നമ്മളും ഒക്കെ കണ്ടു പഠിച്ചു കേട്ടോ. അപ്പോൾ കണ്ട ബാഗൊന്നും ഞങ്ങളവിടെ വെച്ചിട്ടില്ല. നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നത് കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ടാണ് ബാഗ് എടുത്തൊക്കെ. അപ്പോൾ പോണ വഴിക്ക് അനിയത്തി എടുത്തിരുന്നൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടോപ്പാണ് കേട്ടോ. ചെന്നിട്ട് വേണം ഇത് പാകാക്കാൻ. ഓൾക്ക് എടുത്തപ്പോൾ ഒന്ന് എനിക്ക് കൊടുത്താന്ന് പറഞ്ഞ് ഇഷ്ടമായപ്പോഴേ. എങ്ങനെയുണ്ട് നമ്മുടെ ടോപ്പൊക്കെ അടിപൊളിയല്ലേ? ഇനി ഇത് കൊണ്ടുപോയിട്ട് വേണം ശരിയാക്കാൻ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. നമ്മുടെ ചെറിയ വീഡിയോ, കുഞ്ഞു വീഡിയോ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കുഞ്ഞു വീഡിയോ മാത്രമല്ല, ഞാൻ ഇതിന് മുന്നേ വലിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇത് ഞാൻ വൈഫൈ വലിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നാളെ കാണാം.